അവന്റെ ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളും മുത്തുനബിക്ക് വേണ്ടി സലാത്തില്ലാൻ അവന് വിനിയോഗിച്ചാൽ ആരംഭ റസൂൽ നേരിട്ട് പറഞ്ഞത് എനിക്കൊരു ഹമ്മും ഒന്നുമില്ലെന്നാണ്. അങ്ങനെയാണെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും ഒരു വിഷമവുമില്ലാതെ അത്യത്ഭുതകരമായ നമുക്ക് ദിവസവും ശരിക്കു പറഞ്ഞാൽ ഒരു കൊല്ലത്തിന്റെ 365 ദിവസവും നബിദിനം ആഘോഷിക്കാൻ കടമപ്പെട്ടവരാണ് നമ്മൾ. അതല്ലേ മഹാന്മാരായ ഉലമാക്കൾ ഒരു മനുഷ്യൻ ആരംഭം ദീനു വൻ നസീഹ എന്ന ഹദീസ് ചർച്ച ചെയ്തിട്ട് ഖുല്ലാലിമൻ ഖാല ലില്ലാഹി വലിറസൂലിഹി എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്ദരമായ ഒരു ഹദീസിൽ ചർച്ച വെച്ചിട്ട് ദീൻ എന്ന് പറയുന്നത് നസീഹത്താണ്. ആരോടാണ് നസീഹത്ത്? ആരോടാണ് അവനെ കടപ്പാടുള്ളത്? ചർച്ച ചെയ്യുമ്പോ അള്ളാഹുവിനോടാണ് ആദ്യം ഒന്നാമത്തെ കടപ്പാടുണ്ടാവേണ്ടത്. അള്ളാഹുവിനോടുള്ള കടപ്പാട് എങ്ങനെയാ വേണ്ടേ? അള്ളാഹു തമ്പുരാൻ കൽപ്പിച്ചതൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിച്ച് അവൻ വിരോധിച്ചതെല്ലാം നമ്മൾ കൈവെടിഞ്ഞ് സുന്നത്തും ഫർളും ഒക്കെ എടുത്ത് അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയുന്ന അങ്ങനെ അള്ളാഹ് ഇഷ്ടപ്പെട്ട ദുനിയാവിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്യുന്ന തരത്തിലാകണം നമ്മൾ നാടുകേണ്ടത്. ഇനി ഖുർആനിനോട് നമുക്ക് നസീഹത്തുണ്ട്. ഖുർആൻ എങ്ങനെയാ? ആ ഖുർആനെ ഓതണം നമ്മള്, ഖുർആനെ മാനിക്കണം നമ്മള്, ഖുർആനെ ആദരിക്കണം നമ്മള്, ഖുർആനെ പഠിക്കണം നമ്മള്, ഖുർആനെ പഠിപ്പിക്കണം നമ്മള്. ആ ഖുർആനിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ കൊണ്ടുവരണം. അങ്ങനെയാ പരിശുദ്ധമായ ഖുർആനിനോട് നമുക്ക് ബാധ്യതയുള്ളത്. വലിറസൂലിഹി അല്ലാഹുവിന്റെ റസൂലിനോട് നമുക്ക് ബാധ്യതയുണ്ട്. എന്താ ബാധ്യത? അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ബാധ്യത മുത്തുനബിയെ സ്നേഹിക്കൽ ബാധ്യതയാണ്, ആദരിക്കൽ ബാധ്യതയാണ്. ആ മുത്തുനബിയെ കുറിച്ച് എപ്പോഴും പറയൽ ബാധ്യതയാണ്. മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ നമുക്ക് ബാധ്യതയാണ്. അപ്പൊ ഈ സ്വലാത്തിൽ ബാധ്യത ചർച്ച ചെയ്ത് വരുമ്പോ മഹാന്മാരായ ഉലമാക്കൾ ചർച്ച ചെയ്യുന്ന എങ്ങനെയാണ്? അങ്ങനെ മുത്തുനബിയോട് ഒരു സ്വലാത്ത് കൊണ്ട് ബാധ്യതയുണ്ടെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു ദിവസം എത്ര സ്വലാത്ത് ചെല്ലണം? മഹാന്മാരായ ഉലമാക്കൾ ചർച്ച ചെയ്ത് പറയാ ഒരു മനുഷ്യന്റെ വ്യക്തി ബാധ്യതയിൽ അവന്റേതായ സ്വലാത്തിന്റെ കണക്ക് 500 സ്വലാത്തെങ്കിലും ഒരു ദിവസം ഒരു മുഅ്മിനായ മനുഷ്യൻ മുത്തുനബിക്ക് വേണ്ടി ചെയ്യണമെന്ന മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിക്കുന്നത്. നമ്മളെത്ര ചെല്ലണേ? പോട്ടെ, ഇമാം ബക്കരി തങ്ങൾ ഒന്നുകൂടി കുറച്ചു പറയാണ്, കുറഞ്ഞതിലും 300 സ്വലാത്തെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ മുത്തുനബി ഇഷ്ടപ്പെടുന്നവനാണെന്ന് വാദിച്ചാൽ അവന് കടപ്പാടാണ്, അവന് കടമയാണ് അവൻ ഒരു ദിവസം ചെയ്തിരിക്കൽ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ എത്ര സ്ഥലത്ത് കുറഞ്ഞത് ഒരു 300 സ്വലാത്ത് മുത്തുനബി ചെയ്യൽ നമുക്ക് ബാധ്യതയാണ്. എങ്കിലേ പ്രവാചക പ്രേമം ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലേ ആയിഷ ബീവിയോട് സ്വഹാബത്ത് എന്ന് പറഞ്ഞു, ബീവി ഉമ്മ നമ്മൾ മുത്തുനബിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. മുത്തുനബി നടന്നുപോയ വഴികൾ കാണുമ്പോ ഞങ്ങൾക്ക് സങ്കടം വരാറുണ്ട്. മുത്തുനബി ഇരുന്നതായ ഇരിപ്പിടം കാണുമ്പോ സങ്കടം വരാറുണ്ട്. ബറക്കത്തിന് വേണ്ടി സ്നേഹത്തിന് വേണ്ടി നമ്മളൊന്ന് ഇരിക്കാറുണ്ട്. അവരോട് ആയിഷ ബീവി ചോദിച്ചൊരൊറ്റ ചോദ്യം, അങ്ങനെ നിങ്ങൾ മുത്തുനബി പ്രണയിക്കുന്നുണ്ടെങ്കിൽ ആ മുത്തുനബി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുണ്ടുകളെന്തേ അടക്കം പ്രാപിക്കുന്നുവെന്നാ ചോദിച്ചത്. മുത്തുനബിയെ പ്രണയിക്കുന്നു എന്നതിന്റെ യഥാർത്ഥ സൂചകമെന്നത് അവന്റെ നാവുകളും ചുണ്ടുകളും എപ്പോഴും മുത്തുനബിയുടെ പ്രണയത്തിലായി അതിങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കലാണ് ശരിക്കുമുള്ള പ്രവാചക പ്രേമം. അപ്പൊ നമ്മൾ കൊല്ലം മുഴുവനും നബിദിനം ശരിക്കും നടത്തേണ്ടവരാണ്. ചിലപ്പോ മനുഷ്യരില്ലേ നമുക്കതിനെ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അങ്ങനെ ഇറങ്ങി തിരിച്ചാൽ തന്നെ നമുക്കതിനെ നല്ല രീതിയിൽ അങ്ങനെ നല്ല രീതിയിൽ അതിനെ ആദരിച്ചു കൊണ്ടുപോകണമെന്ന് ചിലപ്പോ കഴിയണമെന്നില്ല. അപ്പൊ ആരംഭ റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച മാസമെങ്കിലും അത് 30 12 ഒരു ദിവസമെങ്കിലും അല്ലാതെ റസൂലിന്റെ സുദിനത്തിൽ സന്തോഷിക്കുക എന്നുള്ളത് അത് ഈമാനുള്ളവന്റെ ലക്ഷണമാണ്. ഈമാനില്ലാത്തവനെ കുറിച്ചുകൂടെ ചർച്ചയില്ല. നമ്മൾ നോക്കിക്കേ, മാസങ്ങളിൽ ഏറ്റവും നല്ല മാസം നമ്മൾ പറയാ പരിശുദ്ധമായ റമളാൻ മാസമാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധമായ റമളാൻ മാസമായിട്ട് ആ റമളാൻ മാസത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ പടച്ച തമ്പുരാൻ ജനിപ്പിക്കാത്തത്? അപ്പൊ ദുനിയാവിൽ അല്ലാഹു തമ്പുരാൻ തന്ന 12 മാസങ്ങളിൽ കൊല്ലത്തില് പരിശുദ്ധ റമളാൻ എന്ന ഏറ്റവും പുണ്യമായ മാസം ഉണ്ടായിട്ടുകൂടി അല്ലാഹു റബീഉൽ അവ്വൽ തിരഞ്ഞെടുക്കാനുള്ള കാരണം മഹാന്മാര് പറയുന്നത് കാണാം. അത് അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു തമ്പുരാൻ കൊടുത്ത ആദരവാണ്. ആ അല്ലാഹു ഒരുപാട് ആദരവ് മുത്തുനബിക്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊരു ആദരവാണ് നമ്മൾ കഴിഞ്ഞതിനൊക്കെ പറഞ്ഞത്.
പരിശുദ്ധമായ ഖുർആനിൽ പോലും അല്ലാഹു തമ്പുരാൻ അവന്റെ പ്രവാചകന്മാരെ എടുത്തു പറയുമ്പോ യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിം നബിയെ എന്ന് പേരെടുത്ത് വിളിച്ചിട്ടുണ്ട്. യാ ഇദ്രീസ്, യാ ഈസാ, യാ മൂസാ, ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെ പേരെടുത്ത് അല്ലാഹു സംബോധനം ചെയ്തിട്ടുണ്ടെന്നാൽ മുത്തുനബിയോടുള്ള കൽപ്പനകളും മുത്തുനബിയോടുള്ള എല്ലാ പ്രഖ്യാപനങ്ങളുമാണ് ഖുർആനെങ്കിലോ ഒരു വട്ടം പോലും യാ അയ്യുഹ യാ നബി യാ മുഹമ്മദ്, ഓ മുഹമ്മദേ എന്ന് അല്ലാഹു വിളിച്ചിട്ടില്ല. കാരണം അല്ലാഹുവിന്റെ ഹബീബാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. എല്ലാ നബിമാരെക്കാളും സർവരെക്കാളും ഏറ്റവും മഹത്വമുള്ളവരാണ്, പരിശുദ്ധരാണ് നബി മുഹമ്മദ് മുസ്തഫ എന്ന് പഠിപ്പിക്കുകയാണ് മഹാന്മാര് പറയുന്നു. അതാണ് ഇനി മുത്തുനബിയെ വിളിക്കേണ്ട ഘട്ടം വരുമ്പോ ഖുർആനിൽ അല്ലാഹു ഉപയോഗിച്ചത് യാ മുഹമ്മദ് എന്നല്ല, യാ അയ്യുഹൻ നബിയു എന്നാണ്. ഓ നബിയായവരെ എന്ന ആദരവോടെയാണ് ഖുർആനിൽ കൂടി അല്ലാഹു സംബോധന ചെയ്യുന്നത്. അപ്പൊ അല്ലാഹു മുത്തുനബിക്ക് ആദരവിന് വേണ്ടി പല ഘട്ടങ്ങളും അല്ലാഹു തമ്പുരാനും മുത്തുനബിയെ വല്ലാതെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഹബീബായ മുത്തുനബിയെ വല്ലാതെ ആദരിച്ചത് കാണാം. അതുപോലൊരു ആദരവാണ്. റമദാനിലെങ്ങാനും മുത്തുനബി ജനിച്ചിരുന്നുവെങ്കിൽ നമ്മൾ പറയും പരിശുദ്ധ റമദാനാണ്, അത് മുത്തുനബി ജനിച്ച മാസമാണെന്ന് പറഞ്ഞാൽ റമദാൻ ആയതുകൊണ്ട് മുത്തുനബി ജനിച്ചു. അപ്പൊ മുത്തുനബിയുടെ ജനനത്തിന് മറ്റൊരു പ്രത്യേകത നമ്മുടെ മനസ്സിലുണ്ടാവൂല, അല്ലാഹു തീരുമാനിക്കുകയാണ്. ഏതുപോലെ പരിശുദ്ധമായ ഖുർആൻ അതിലൊരു വ്യക്തിയെ പോലും പരാമർശിക്കാൻ പാടില്ല, ഒരു വ്യക്തിയെ പോലും പേരെടുത്ത് വിളിക്കാൻ പാടില്ല. എന്നാൽ അവസാനം അത്തഹിയ്യാത്ത് വരുമ്പോ യാ അയ്യുഹൻ നബിയു എന്ന് മുത്തുനബിയാകാ വിളിച്ചുകൊണ്ട് സലാം പറഞ്ഞില്ലെങ്കിൽ അവന് നമസ്കാരമില്ല. അല്ലാഹു പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പൊ നമസ്കാരത്തെ പോലും അല്ലാഹു തമ്പുരാൻ എല്ലാം അല്ലാഹു ആണെങ്കിലും അവസാനം മുത്തുനബിക്കൊരു സലാം പറയാതെ നിനക്ക് നമസ്കാരമില്ലെന്ന് പഠിപ്പിക്കണ പോലെ അല്ലാഹു തമ്പുരാൻ തീരുമാനിക്കുകയാണ്, എന്റെ മുത്തുനബിയുടെ ജന്മമുണ്ടല്ലോ, അത് ഈ പ്രപഞ്ചം അല്ലാഹു തമ്പുരാനെ പഠിക്കുമ്പോ ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ സൗഭാഗ്യം കൊടുക്കാൻ അല്ലാഹു തിരഞ്ഞെടുത്ത മാസം അത് പരിശുദ്ധമായ റബീഉ മാസമാണ്. അങ്ങനെ റബീഉ മാസമാണ്, റമദാനാക്കിയില്ല. റമദാനാക്കിയെങ്കിൽ റമദാനിലാണ് മുത്തുനബി പിറന്നതെന്ന് പറയുള്ളൂ. മറിച്ച് പരിശുദ്ധ റബീആകുമ്പോ അതേ നമ്മളെല്ലാവരും പറയും അതെന്റെ മുത്തുനബിയുടെ പിറന്നാളാ. ആ പിറന്നാളിൽ ചില സവിശേഷതകളുണ്ടെന്ന് ഏത് ബുദ്ധിയില്ലാത്തവനും മനസ്സിലാകുന്ന കാര്യമാണ്. എന്തേ ഖുർആൻ അല്ലാഹു റമദാനി ഇറക്കിയതുപോലെ അങ്ങ് ഇറക്കിയാ പോരായിരുന്നോ? അങ്ങനെ ഇറക്കിയാ പോരായിരുന്നോ? പോരാ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇവിടെയാണ് ഈമാൻ നമ്മൾ മാറ്റുരയ്ക്കേണ്ടത്. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ചരിത്രങ്ങൾ ഒരുപാടുണ്ട്, ഞാൻ ചുരുക്കുകയാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അവിടുത്തെ ജീവിതത്തിന്റെ സർവ്വതും അനക്കങ്ങളും അടക്കങ്ങളും മാസങ്ങളും ഒക്കെ ബറക്കത്താണ്, അത്ഭുതങ്ങളാണ്. അതുകൊണ്ടാണ് ഇമാം സുയൂത്തി തങ്ങളെ പോലെയുള്ള മഹത്തുക്കളാണ് ഉലമാക്കള് കുറിച്ചു വെച്ചത്. പരിശുദ്ധ റബീഉ വരുമ്പോ മുത്തുനബിക്ക് വേണ്ടി ഒരുമിച്ചുകൂടി മുത്തുനബിയുടെ നല്ല 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 അവദാനങ്ങളൊക്കെ പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കുറച്ച് മൗലിദോതി സ്വലാത്തിയിൽ ഖുർആനോതി അങ്ങനെ ഭക്ഷണം കൊടുത്ത് പിരിഞ്ഞു പോകുന്ന അമലുൽ മൗലിദ് വലിയ പുണ്യമുള്ള കാര്യമാണ്. അത് ഇബാദത്തുൽ സുന്നത്തിന്റെ സ്ഥാനത്താണ്, വലിയ പ്രതിഫലമുള്ള കാര്യമാണെന്ന് മാത്രമല്ല അത് ചെയ്താൽ അവന്റെ ജീവിതത്തിൽ പിന്നെ ദാരിദ്ര്യം അല്ലാഹു മാറ്റി കൊടുക്കുന്നു. തൊഴിലില്ലാത്തവൻ അല്ലാഹു തൊഴിൽ കൊടുക്കുന്നതടക്കമുള്ള ജീവിതത്തിന്റെ അവന്റെ വീടിന്റെ കുടുംബത്തിന്റെ ഒരുപാട് നാശങ്ങളെ തടയാൻ ഒരുപാട് ഗുണങ്ങളും ഹൈറുകളും കിട്ടാൻ പരിശുദ്ധ മൗലിദ് എല്ലാം അത് ബാധകമാണ്. അല്ലാഹു ഭാഗ്യം തരട്ടെ. അത് കുട്ടികളില്ലെങ്കിലും ഗൾഫിൽ പോകണമെങ്കിലും എന്താ ചെയ്യേണ്ട? മൗലിദ് ഓതിക്കോ 12 ദിവസം അല്ലെങ്കിൽ 30 ദിവസം. അല്ലാഹു ഭാഗ്യം തരട്ടെ. ജീവിതത്തിൽ നല്ല മക്കളുണ്ടാവണോ, മക്കള് നന്നാവണോ, മൗലിദ് ഓതാനൊന്ന് ശീലിക്കും നിങ്ങള്. ഈ മൗലിദ് ചുമ്മാതെ വന്നതല്ല, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതുമല്ല. പരിശുദ്ധരാണ് ഉലമാക്കളെ കുറിച്ച് വെക്കുമ്പോ മങ്കൂസ് മൗലിദ് എന്ന് പറയുന്നത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ കേരളക്കരയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത അനുഗ്രഹീതമായ ഒരു മൗലിദാണ്. ഈ മങ്കൂസ് എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹത്തുക്കളാണ് ഉലമാക്കൾ രചിച്ചുപോയ വലിയ മൗലിദിന്റെ ചുരുക്കരൂപമാണ്.
എന്തിനാണ് മലബാർ ഭാഗത്തുള്ള മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ നമുക്ക് പഠിപ്പിച്ചതെന്നറിയോ? ആ നാടുകളിൽ വസൂരി വരുമ്പോ, കോളറ വരുമ്പോ പഴയകാലത്തറിയാം. ഇന്നിന്റെ മക്കൾക്ക് ഈ രോഗം പറഞ്ഞാൽ തിരിയൂല. വയസ്സ് എന്നവർക്കറിയാം. മുമ്പ് കേരളക്കരയിലെ മുക്കുമൂലുകൾ പോലെ വസൂരി വന്നിട്ട് കോവിഡ് വന്ന പോലെ കടന്ന് പന്തലിച്ചിട്ട് ഒരുപാട് ആയിരക്കണക്കിന് ജനങ്ങൾ എങ്ങനെ ഭൂമി തുടച്ചു മാറ്റണ പോലെ മരിച്ചുപോയെന്നറിയാം. കോളറ വന്നുകൊണ്ട് ഒരുപാട് നശിച്ചുപോയെന്നറിയാം. അത്തരമുള്ളതായ മുസീബത്തുകൾ വരുമ്പോ, പകർച്ചവേദികൾ വരുമ്പോ, ആ സമയത്ത് മഹാന്മാരായ ഉലമാക്കള് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തതാ ബറക്കത്തിന് വേണ്ടി മുത്തുനബിയുടെ തവസ്സുല ദുആ ചെയ്യാനുള്ള മാർഗമായി കൊടുത്തതാണ് മൗലിദ്. നമ്മളോദന മൗലിദ് അതാ ചുമ്മാതയില്ല. അതിനടിത്തറകളുണ്ട്, അടിസ്ഥാനങ്ങളുണ്ട്. അള്ളാഹുവിന്റെ മഹാന്മാരെഴുതിയ മൗലിദുകൾ എടുത്തു നോക്കാം. മൗലിദ് സുബ്ഹാനി അടക്കം ഇങ്ങോട്ട് എണ്ണിയാൽ ഇമാം ഗസാലി തങ്ങളടക്കമുള്ള മഹത്തുക്കള് നൂറുകണക്കിന് മൗലിദുകൾ ഞാൻ എണ്ണി പറഞ്ഞു തരാം. ഇന്നും ഇന്നലെയും ഉണ്ടായ മൗലിദുകളല്ല, പാരമ്പര്യമായി നൂറ്റാണ്ടുകളായി ഇങ്ങനെ തുടർന്നു വരുന്ന മഹത്തുക്കളെ എണ്ണുകൾ നമ്മൾ എണ്ണാൻ തുടങ്ങിയ 100 കവിയുമേ സഹോദര. അപ്പൊ ഇന്നും ഇന്നലെയുമല്ല മൗലിദുള്ളത്. ഇത് കാലങ്ങളാലുള്ളതാണ്. നമ്മളെ മുന്നോറുകൾ വാപ്പായും ഉപ്പായും ഉപ്പാപ്പായും മണ്ടന്മാരല്ല. അവരാരും മുജാഹിദ് മുഹമ്മത്തില്ലെങ്കിൽ വേറെങ്കിലും കാഫിരീങ്ങളല്ല. അവര് ഒന്നാന്തരം മുസ്ലിമായത് കൊണ്ടാ നമ്മുടെ നാട്ടിൽ മൗലിദ് വന്നത്. അതുകൊണ്ടാ നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ മൗലിദ് ഓതാൻ തുടങ്ങി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാം? അല്ലാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലമാ ബർസഖിന്റെ ലോകത്ത് നീ നൽകണേ അല്ലാഹ്. മുത്തുനബിയുമായി ബന്ധപ്പെട്ട സർവ്വദിനും ബറക്കത്ത് എന്ന് പറയാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ് ഞാൻ എന്റെ ഭാഷ നിർത്തുകയാണ്. മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹ് അറേബ്യയിലെ ആമിന ഉമ്മ പ്രസവിച്ചു വെക്കുമ്പോ, ആമിന ഉമ്മ മുത്തുനബിയെ പ്രസവിച്ചു വെക്കുമ്പോ ആ നാട്ടിലൊരു ശൈലി ഉണ്ടായിരുന്നു. മക്ക എന്ന് പറയുന്നത് ഗ്രാമീണ പ്രദേശമാണ്. അവിടെ നിന്ന് വിദൂരത്തുള്ള ബനൂ സഅദ് അടക്കമുള്ള ഭാഗങ്ങളിലേക്ക്, പട്ടണ ഭാഗങ്ങളിലേക്ക് അന്ന് അവരുടെ മക്കളെ കൊടുത്തു വിടുമായിരുന്നു. മുല കുടിക്കാൻ വേണ്ടിയുള്ള അതൊരു ചടങ്ങാണ്. അവരങ്ങനെ കൊണ്ടുപോകും. 1 കൊല്ലം 2 കൊല്ലം മുല കുടിക്കുന്നു. എന്തിനാ? വെറും മുല കുടിക്കാനും മാത്രമല്ല, പട്ടണത്തിന്റേതായ നല്ല നാഗരികതയുടെ, നല്ല നഗരവാസികളുടെ നല്ല സ്വഭാവം പഠിച്ചറിയാൻ നമ്മൾ കന്യാകുമാരി സ്കൂളിൽ നിന്ന് മാറ്റിയിട്ട് വളരെ കൊണ്ടാക്കണ സിറ്റിയിലോട്ടാണ് എന്നത് പറയുന്ന പോലെ, അതുപോലെ നഗരവാസികളുടെ ശീലങ്ങൾ ശീലിക്കുവാനും നല്ല ഉയർന്ന തലത്തിൽ വളർന്നു വരാനും ആൺമക്കളെ അങ്ങനെ പറഞ്ഞേക്കുന്ന സ്വഭാവമുണ്ട്. അതുപോലെ മുത്തു റസൂലുള്ളാഹ് കഅബാലയത്തിന്റെ ഓരത്തതേ വിദൂരത്തുള്ളതായ സ്ത്രീകള്, പാവപ്പെട്ടവര്, അതുപോലെ നല്ല നല്ല കുലീനകളായ സ്ത്രീകൾ ഇങ്ങനെ കടന്നു വരും. നല്ല കാണാൻ കൊള്ളാന്നുള്ള, അതല്ലെങ്കിൽ നല്ല സമ്പത്തുള്ള കുടുംബത്തിൽ നിന്ന് മക്കളെ എടുത്തുകൊണ്ടുപോകും. കാരണം ഈ വരുമാനം അവർക്കും ആവശ്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാളും എടുക്കുന്നില്ല. എല്ലാവരും കാത്തിരുന്നു വന്ന് വേറെ കുഞ്ഞുങ്ങൾ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോഴാണ് ഹലീമത്തു സഅദിയ എന്ന പ്രിയപ്പെട്ടതായ പെണ്ണ്, ആ പെണ്ണിനും തന്റെ ഭർത്താവായ ഹാരിസിനും 2 കഴുതകളുണ്ട്. ആ കഴുതകൾ അവർക്ക് ഭക്ഷണം കഴിക്കാനില്ല, അവര് പട്ടിണി പാവങ്ങളാ. അതുകൊണ്ട് തന്നെ കഴുതകളും അതുപോലെ അസ്ഥിപഞ്ചരമായി എല്ലും തോലുമായി നടക്കാൻ കഴിയാതെ പതുങ്ങി അടിച്ചടിച്ചോട്ടിച്ച് അവസാനം ഏറെ താമസിച്ച മക്കയിലെത്തണേ. ഹലീമത്തു സഅദിയ എത്തുമ്പോ എല്ലാ കുട്ടികളെയും ഓരോ കുടുംബങ്ങൾ എടുത്തുകൊണ്ട് ഇങ്ങനെ തിരിച്ചു പോവാണ്. നോക്കുമ്പോ അവസാനമുള്ളത് മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങളാണുള്ളത്. അവരിങ്ങനെ അന്വേഷിക്കുമ്പോ അതേ അബ്ദുള്ള മരണപ്പെട്ടു പോയിട്ടുണ്ട്, വാപ്പയില്ല. അവ സമ്പത്താണെങ്കിൽ കുടുംബം അപ്പൊ വല്ലാതെ ദാരിദ്ര്യമുള്ള അവസ്ഥയാണ്. പൈസയൊന്നും കിട്ടാൻ ഒരു തരവുമില്ലെങ്കിലോ അതാ ഹലീമത്തു സഅദിയ റസൂലുള്ളാഹിന്റെ മുഖത്തൊന്ന് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം കണ്ടപാടെ ദാരിദ്ര്യമങ്ങ് മറന്നുപോയി. ഹലീമത്തു സഅദിയ പൈസ കിട്ടുമോ എന്ന് മറന്നുപോയി. എനിക്ക് പൈസ കിട്ടാതെ ഞാൻ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് വിടുമോ എന്ന് മറന്നുപോയി. ആ കുഞ്ഞിനെ വാരി പുണർന്നെടുക്കുകയാ. ചുംബനങ്ങൾ കൊടുക്കുമ്പോ ഹലീമത്തു സഅദിയാന്റെ കയ്യിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ കൊച്ചു കുഞ്ഞിനെ കാണുമ്പോ ആമിന ബീവിക്ക് സന്തോഷമാ. എന്റെ മോനെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരാളെയാണല്ലോ തന്നത്. ഹലീമയുടെ ശരീരം ഇങ്ങനെ നോക്കി ആമിന ബീവി റളിയല്ലാഹു അൻഹ നോക്കുമ്പോ അതാ ചാവാലിയാണ്, ഒട്ടിവരഞ്ഞിട്ടുണ്ട്.
പെണ്ണ് തന്നെ വെള്ളം കുടിച്ചിട്ട് ദിവസങ്ങളോളമായി ഭക്ഷണം കടിച്ചിട്ട് അതിന് പാല് കിട്ടുമെന്നറിഞ്ഞൂടാ. അങ്ങനെ വേദനിച്ചിരിക്കുമ്പോഴാണ് അലീമത്തു സഅദിയ സാധാരണക്കാരിയല്ല, പട്ടിണിയാണെങ്കിലും അവൾ നല്ല കുലീനയാണ്, തറവാട്ടി പിറന്നവളാണ്. ഈ വിവരമെന്നറിയുന്ന ആമിന ബീവി കൊച്ചു കുഞ്ഞിന് കൊടുക്കുകയാണ്. അത്ഭുതമേ മുസ്തഫ. ഇവിടെയാണ് മുത്തുനബിയുടെ ബറക്കത്ത് നാം മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ അലീമത്തു സഅദിയ ഇങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ പോകേണ്ടത് പോത്തങ്കോട് ചന്തയിലാണ്. അലീമത്തു സഅദിയ കന്യാകുളങ്ങര എത്തുമ്പോഴത്തേക്ക് ഏകദേശം പോത്തങ്കോട് ചന്തയിലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞു. പിന്നെ ഇവിടെ നിന്ന് താമസിച്ചു പോകുമ്പോ അവസാനം കിട്ടിയതാ. അപ്പൊ അവരെല്ലാവരും ഏകദേശം പാതി വഴി കഴിഞ്ഞിട്ടുണ്ടാകും, അല്ലെ? കഴിഞ്ഞിട്ടുണ്ടാവൂലേ? അങ്ങനെയുള്ള അവസ്ഥയിൽ നോക്കണം, മുത്തുനബിയെ കൊണ്ട് ചാവാലി കുതിരയിൽ എല്ലാവരും ഇങ്ങോട്ട് വരുമ്പോ കളിയാക്കി എടോ ഹാരിസേ, നിന്റെ കുതിര അടുത്ത കൊല്ലമെങ്കിലും മക്കത്തെത്തുമോ എന്ന് കളിയാക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് മടങ്ങിപ്പോയ നല്ല കുഴി കൊടുത്ത കഴുതയുടെ ആളുകൾ. സുബ്ഹാനല്ലാഹ്, മുത്തുനബിയാ കഴുതപ്പുറത്തങ്ങ് വെക്കാറ് അല്ലാഹുവിന്റെ റസൂലിനെ അങ്ങ് വെക്കുമ്പോ സുബ്ഹാന ജല്ല ജലാലു, കുതിര ചാടാൻ തുടങ്ങുകയാ, ആ കഴുതയങ്ങ് ചാടാൻ തുടങ്ങുകയാണ്. നല്ല ആരോഗ്യമുള്ള കഴുതകളെക്കാളും ഉഷാറ ഈ കുഴി കഴുതയടാ നല്ല പരക്കം പായാൻ തുടങ്ങി. അലീമത്തു സഅദിയ അത്ഭുതമാകുകയാണ്. കാരണം ആമിന ബേബിയുടെ മുന്നിൽ വെച്ചിട്ട് ആ പൊന്നുമോനെ പാല് കൊടുക്കാൻ വേണ്ടി വിറച്ച് ഞാൻ പാല് കൊടുക്കണ കണ്ടാല് പാലില്ലാത്തത് കാണുമ്പോ ആ ഉമ്മ എനിക്ക് ഈ പൊന്നുമോനെ തരോ എന്ന പേടിയോട് അലീമത്തു സഅദിയ തന്റേതായ മുലപ്പാല് ആ കുഞ്ഞിന്റെ വായിലോട്ട് ചേർത്ത് വെക്കുമ്പോ അലീമത്തു സഅദിയ പറയാ, എവിടെ നിന്നില്ലാതെ ഇന്നലെ പോലും ഇങ്ങോട്ട് വരുമ്പോഴുപോലും എന്റെ മകനായ അബ്ദുല്ലാഹ് കൊടുക്കാൻ പോലും പാലില്ലാത്ത മാരിടങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ടെന്ന് വെച്ചപ്പോ എവിടെ നിന്നില്ലാതെ ആ പാലങ്ങ് ചുരുത്താൻ തുടങ്ങുക. അത്ഭുതമേ മുഹമ്മദ് മുസ്തഫ. അത്ഭുതം അറിയുന്ന അലീമത്തു സഅദിയ പറയാ, നമ്മുടെ കഴുത ഇങ്ങനെ ആഞ്ഞോടാൻ തുടങ്ങുകയാണ്. നോക്കുമ്പോ മുമ്പേ മണിക്കൂറുകൾക്ക് മുമ്പ് നടന്നുപോയ കഴുതകള് അല്ലാഹുവിന്റെ റസൂലിന്റെ കഴുത അതാ അതിനെ മറികടക്കുകയാണ്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി ചാവാലി കഴുതയ്ക്കെന്തേ ഇത്ര ഉത്സാഹം, ഇത്ര ആരോഗ്യം എവിടുന്നാണ്? ഈ ഹാരിസിനെന്തേ മന്ത്രം വശമുണ്ടോ എന്ന് അത്ഭുതത്തോടെ ആ നാട്ടുകാര് പറഞ്ഞു പോയത്ര മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആദ്യം ബനൂ സഅദിൽ വന്ന ഹാരിസിന്റെ കച്ചവടം മെച്ചപ്പെടുകയാണ്. ഹാരിസിന്റെ ജീവിതത്തിൽ വല്ലാതെ ഹൈറാവുകയാണ്. വീട്ടിൽ ഒന്നിനു പുറകെ ഒന്നായ ഹൈറും ബറക്കത്തും വരികയാണ്. ഇതുപോലെ മൗലിദ് മുത്തുനബിയുടെ ജന്മദിനത്തിലൊന്ന് സന്തോഷിച്ചാൽ ആരംഭ റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹു തമ്പുരാൻ തന്ന എല്ലാ സൗഭാഗ്യങ്ങളിലും ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യത്തിലൊന്ന് സന്തോഷിക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരൻ നോക്കിക്കേ, ഖുർആൻ നമ്മൾ സന്തോഷിക്കാറുണ്ട്. മുത്തുനബിക്ക് അള്ളാഹു കൊടുത്ത സമ്മാനമാണ് ഖുർആൻ. റമളാൻ നമ്മൾ സന്തോഷിക്കാറുണ്ട്, ആദരിക്കാറുണ്ട്. കാരണം എന്താ? റമളാൻ നോമ്പ് അള്ളാഹു തന്ന മാസമല്ലേ എന്ന കാരണത്താൽ ദുൽഹജ്ജും ദുൽഖദും ഒക്കെ നമ്മൾ ആദരിക്കാറുണ്ട്, മുഹറം ആദരിക്കാറുണ്ട്. എന്ത്? ആ 10 ദിവസം മൂസാ നബിയും അതുപോലെ ഈസാ നബിയും ഇങ്ങനെ അതുപോലെ യൂനുസ് നബിയും മത്സ്യത്തിൽ രക്ഷപ്പെട്ടവടക്കം ഇങ്ങനെ സംഭവങ്ങൾ നടന്നല്ലേ മുഹറം 10 പ്രത്യേകതകളുണ്ട്. നോക്കിക്കേ, മുഹറം 10 പ്രത്യേകതകളുണ്ട്. നമ്മൾ ആദരിക്കാറുണ്ട്, നോമ്പെടുക്കാറുണ്ട്, റജബിൽ നോമ്പെടുക്കാറുണ്ട്. പക്ഷെ മൗലിദ് വരുമ്പോ എന്ന് പറഞ്ഞാൽ ഈ മുഹറവും ദുൽഹജ്ജും ഹജ്ജും ഖുർആനും റമളാനും ഒക്കെ അള്ളാഹു ഈ ദുനിയാവിൽ തരാനുള്ള കാരണക്കാരനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ നബിദിനം വരുമ്പോ എന്തേ ഇവർക്ക് വല്ലാത്ത വിമ്മിഷ്ടം? അത് ഈമാനില്ലാത്തത് കൊണ്ടാണെന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ, അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഈമാനില്ലാത്തത് കൊണ്ട് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് ആ മുത്തുനബിയുടെ മൗലിദ് ഇപ്പൊ കഴിഞ്ഞ് ബാക്കിയുള്ള ദിവസം വെറുതെ ഒന്ന് വീട്ടിലിരുന്ന് ഓതി തീർക്കി പാട്ടൊന്നും പാടണമെന്നില്ല. അടുത്ത വർഷം 1 മുതൽ 12 അല്ലെങ്കിൽ 30 എന്റെ വീട്ടിൽ ഓതുമെന്ന് ഇപ്പോഴേ തീരുമാനിക്കുന്ന അല്ലാഹു ഭാഗ്യം തരട്ടെ. കാരണം ഈ ഒരു വർഷവും മുത്തുനബിയുടെ മൗലിദ് അമലിൽ മൗലിദ് ഏറ്റെടുക്കുന്ന അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രതിഫലം അല്ലാഹു തരുമല്ലോ. അത് സുന്നത്തിന്റെ കിട്ടുന്ന പ്രതിഫലത്തെക്കാൾ വലുതാ മുത്തുനബിയെ പ്രണയിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന വലിയ പ്രതിഫലം അല്ലാഹു നമുക്ക് നേടാൻ ഭാഗ്യം തരട്ടെ. അപ്പൊ അതുപോലെ പരിശുദ്ധ റസൂലുമായി ബന്ധപ്പെട്ട സർവ്വതിനും അത്ഭുതങ്ങളാണ്, സർവ്വതിനും മഹത്വങ്ങളാണ്. അള്ളാഹു അത് ഉൾക്കൊള്ളാൻ നമുക്കൊക്കെ ഈ ഭാഗ്യം തരട്ടെ. ഉൾക്കൊള്ളാൻ കഴിയാതെ പോയവർ
എത്രയോ ഭാഗ്യഹീനരെന്നേ പറയാൻ കഴിയൂ. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. എല്ലാവരുടെ പള്ളി നമുക്കറിയാം. നമ്മളൊക്കെ കളിച്ചു പടുന്ന കാലം മുതൽ മൗലിദും ആ മൗലിദിന്റേതായ നേർച്ചച്ചോറൊക്കെ എന്തോ രസാവഹമായിരുന്നു ഈ നാട്. കഴിഞ്ഞ ഒരു 10 കൊല്ലോ 15 കൊല്ലോ, എന്നാലും അതിനിടയ്ക്ക് കുറച്ചാളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വരുമ്പോഴത്തേക്കും ഇപ്പൊ അത് പുതുതായി വരുമ്പോ ചില വിട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ നാടിന്റെ നാരായ വേരിന് കടയിൽ കത്തിലെത്തുന്ന ചില വിവരദോഷികൾ പറയും, ഇപ്പൊ മൗലിദ് തുടങ്ങിയപ്പോ ഫിത്നയായി പോയത്ര, ഇപ്പൊ മൗലിദ് തുടങ്ങുമ്പോ ഫിത്നയായി പോയത്ര. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അവനൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അടുത്ത വർഷത്തിന്റെ മൗലിദ് വന്നിരിക്കാൻ അള്ളാഹു അവർക്കൊക്കെ അവസരം കൊടുക്കട്ടെ. പടച്ച തമ്പുരാൻ അവരെയൊക്കെ സലാമത്താക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാറുള്ളൂ. ഇൻഷാ അല്ലാഹ് വരുന്ന 9-ാം തീയതി ഞാൻ മക്കത്തേക്ക് തിരിക്കുവാണ്. 19-ാം തീയതി തിരിച്ചു വരുള്ളൂ. ഇപ്പൊ സൗദിയിൽ 10-ാം തീയതി മക്കയിൽ ഇൻഷാ അല്ലാഹ് DKICC-യുടെ നിബിദിന സമ്മേളനത്തിൽ പങ്കെടുക്കും. 18-ാം തീയതി റിയാദിലെ എന്തോന്ന് റീഹായ ആ ഓഡിറ്റോറിയത്തിൽ നിബിദിന സമ്മേളനത്തിൽ DKICC-യുടെ കീഴിൽ പങ്കെടുക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രത്യേകിച്ചും ദുആ ചെയ്യുക. ഒന്നാമത് റബീഉൽ അവ്വലോട് കടന്നു വന്നൊരു പനിയായി, തൊണ്ടയടച്ചു. അതിനുശേഷമുള്ള പരിപാടികളൊക്കെ ഇതുവരെയും ക്യാൻസൽ ചെയ്തു. ഇന്നിപ്പോ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ പരിപാടിയാണ്. ഇത്രയും സംസാരിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചില്ല, ഇവിടെ മാർക്കിന് കയറ്റി. അപ്പോ ഇൻഷാ അല്ലാഹ് അവിടെ പോകുമ്പോഴൊക്കെ ശബ്ദം, ഇപ്പൊ ഒരു പരിപാടിക്ക് പോണില്ല, എല്ലാം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. റബീഉൽ ആഖിറിന്റെ പരിപാടി, ജീലാനി പരിപാടികളൊക്കെ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്, ഒന്നിനും പോകുന്നില്ല. അവിടെയുള്ള 2 പരിപാടിയിൽ പങ്കെടുക്കണം. അതോടൊപ്പം ഉംറയും മുത്തുനബിയുടെ സിയാറത്തിനുമായി കടന്നു പോകുന്നു. നിങ്ങളൊക്കെയും സ്വലാത്തിൽ കാത്തിരിക്കുക. ആ ഓരത്തിന്റെ അസീസിയാന്റെ സ്വലാത്ത് മജ്‌ലിസിന്റെ ഓരോ ഉമ്മയെയും ഓരോ ഉപ്പയെയും ഇൻഷാ അല്ലാഹ് ഞാൻ മുത്തുനബിയുടെ ഓരത്ത് നിങ്ങൾ ചെല്ലുന്ന സ്വലാത്തും ഞങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന സ്നേഹമൊക്കെ ഞാൻ പറഞ്ഞു ദുആ ചെയ്യും. അള്ളാഹു കബൂലാക്കട്ടെ, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റട്ടെ. അള്ളാഹു തമ്പുരാൻ എത്രയും വേഗം നമുക്ക് ഒരുമിച്ച് ഒരു ഇൻഷാ അല്ലാഹ് ഈ മദീന സ്വലാത്ത് നഗരി ഒരുമിച്ച് നമുക്കൊരു ഉംറയ്ക്ക് പോകണം. ഇൻഷാ അല്ലാഹ് പോയൊക്കെ വരട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് ഏറെ കൊതിയോടെ നിങ്ങൾ ഇപ്പോഴേ കുറേശ്ശെ കിട്ടുന്ന പൈസകളൊക്കെ ഒന്ന് സംഭരിക്കും. എടുക്കാൻ പറ്റാത്ത ഒരു കൂട്ടം ഒരു ഉടുക്കയോ എന്തെങ്കിലും വാങ്ങിയിട്ട് അതിനകത്തിട്ട് മാസം അല്ലെങ്കിൽ ദിവസം ഒരു 10 രൂപയുടെ ആർക്കും ബുദ്ധിമുട്ടില്ല, 100 രൂപയുടെ ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ട്. ദിവസം ഒരു 100 രൂപ ഇട്ട 36,000 ചില്ലുവാനം രൂപ നമ്മൾ ഒരു വർഷം കൊണ്ടുണ്ടാക്കുക. മനസ്സിലായി? ഒരു 200 വെച്ച് നമുക്ക് ഇടാൻ പറ്റിയ അത്രയും നല്ലത്. വേണ്ട, കയ്യിലുള്ളത് ഇടി. സമയമാകുമ്പോ കടം മറച്ചായാലും നമുക്കൊരു ബേച്ചായി നമ്മുടെ സ്വലാത്തായിട്ട് ഇങ്ങനെ അങ്ങ് പോയാൽ അൽഹംദുലില്ലാഹ് നമുക്ക് അവിടെ വെച്ച് മുത്തുനബിയെ കാണാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. ആ ഹജറുൽ അസ്വദിലും ഒക്കെ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് മുത്തിക്കടന്ന് പാപങ്ങളൊക്കെ പൊറപ്പിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. എല്ലാവരും ദുആ ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടി ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത്. സഹോദരി ദുആ ചെയ്യാൻ 1000 രൂപയും 70,000 ദിക്റും, ഒരു സഹോദരി ദുആ ചെയ്യാൻ 100 രൂപ, ഒരു ഉമ്മ ഗൾഫിൽ നിൽക്കുന്ന മകൻ ജോലിയില്ല, ജോലി കിട്ടാൻ 200 രൂപ, ഹസീന മക്കളൊക്കെ ദുആ ചെയ്യാൻ 101 രൂപ. അതോടൊപ്പം ഒരു മകൾ സ്ട്രോക്ക് ബാധിച്ചിട്ട് അനക്കം പോലും ഇല്ലാതെ ഐസിയുവിലാണ് ദുആ ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു താമായ ശമനം കൊടുക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 30,000, സൂറത്തുൽ ഫാത്തിഹ 1501, സൂറത്തുൽ ഇഖ്ലാസ് 2501, സൂറത്തുൽ ഖദർ 1601, സൂറത്തുൽ കൗസർ 1001, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 35 യാസീനും ഒരു ഖത്മും, ഫാത്തിമ ബിബിക്ക് റളിയല്ലാഹു അൻഹ 7 യാസീൻ, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 7 യാസീൻ, മദീനങ്ങളുപ്പ ഖദ്ദസല്ലാഹു സിർറഹു 7 യാസീൻ, റിഫായി ശൈഖ് 7 യാസീൻ, ബദരീങ്ങൾക്ക് 313 യാസീൻ, ഇസ്തിഗ്ഫാർ 15,000, സാജി സ്വലാത്ത് 161, സ്വലാത്ത് 2,50,000. നിയ്യത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിറവേറണം. ദുആ ചെയ്യണം. 101 രൂപ. 10 വയസ്സുള്ള മോൾക്ക് അസുഖമാണ്, ശരിയാക്കാൻ ദുആ ചെയ്യണം. അതോടൊപ്പം കുടുംബാഐശ്വര്യത്തിനും കുടുംബത്തിന്റെ എല്ലാവരുടെ അസുഖങ്ങളും ശരിയാകാനും ആരോഗ്യത്തിനും ആഫിയത്തിനുമുള്ള ദീർഘായുസിനും വേണ്ടി കച്ചവടത്തിൽ ബറക്കത്തിനും വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ ഒരു ജക്കാരി അസീസിയിലേക്ക് നേർച്ചയാക്കിയിട്ടുണ്ട്. അല്ലാഹു അർഹമായ പ്രതിഫലമാർക്കൊക്കെ കൊടുക്കട്ടെ. ഇവരെല്ലാ രോഗങ്ങളും ശരിയാക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ
وعلى آل سيدنا ومولانا محمد റഹ്മാനായ സയ്യിദായ അല്ലാഹ് ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, റാഹത്തിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ ഓതിയതും പറഞ്ഞതൊക്കെ സ്വലിഹായ അമലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയതൊക്കെ മുത്താണ് മുത്തിന്റെ ഓരത്തെത്തിച്ച് നൽകണേ അല്ലാഹ്. പടച്ചറപ്പേ ഞങ്ങൾ പറഞ്ഞ മുത്തുനബിക്ക് നീ കൊടുത്ത അത്ഭുതങ്ങളാണ് അല്ലാഹുവേ. അത് പരിശുദ്ധ റബീഇന്റെ ദിവസങ്ങളിലാണ് ഞങ്ങളെ ഇറക്കിയത്. ആ മുത്തു ഹബീബിന്റെ നവറും നസറും ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയതൊക്കെ ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഹദ്റത്തിൽ എത്തിക്കണേ അല്ലാഹ്. ഈ സ്വലാത്തിന്റെ അത്ഭുതങ്ങൾ ആ ബർസഖിന്റെ ലോകത്ത് ആനന്ദമാക്കണേ അല്ലാഹ്. അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്. സ്വർഗീയമാണ് അനുഭൂതികൾ ഏറ്റി കൊടുക്കണേ തമ്പുരാന്. അസീസിയാന്റെ സ്വലാത്തിന്റെ ഓരത്ത് വരുന്ന ഉമ്മമാര് സഹോദരങ്ങൾക്ക് ഇവിടെയുള്ള തമ്പുരാന്. അല്ലാഹുവേ കച്ചവടത്തിന്റെ ബറക്കത്തിനായി നേർച്ച കൊടുത്തവരുണ്ടോ പൊന്നുമോനെന്ന് ഹാഫിളായി കിട്ടാൻ ആശിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്ത സഹോദരിയുടെ തമ്പുരാനെ എല്ലാവർക്കും എല്ലാ ഖൈറും ബറക്കത്തും നൽകല്ലാ. ഞങ്ങളുടെ മക്കളെ നല്ല മക്കളാക്കണേ അല്ലാ, നല്ല ബുദ്ധിയുള്ളവരാക്കണേ അല്ലാ, നല്ല അനുസരണയുള്ള വിവേകമുള്ള മക്കളാക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് വേദന വരുന്ന മക്കളാക്കല്ല തമ്പുരാനെ. എല്ലാവിധമാണ് ഖൈറിന്റെ ബറക്കത്തിന്റെ റാഹത്തിന്റെ സമൃദ്ധിയുടെ സമാധാനത്തിന്റെ കവാടങ്ങൾ അകലമോ അല്ലാഹുവേ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്, ലാഹരിയായി ബാത്തുനിയായി. പടച്ചവനെ ഷുഗർ പോലെ, കൊളസ്ട്രോൾ പോലെ, മുട്ടുവേദന പോലെ, ഊരവേദന പോലെ, അല്ലാഹുവേ നാടി നരമ്പുകൾക്കുള്ള പ്രശ്നങ്ങൾ പോലെ, അല്ലാഹുവേ അസ്ഥി സംബന്ധമായ രോഗങ്ങളുള്ളവര്, ബ്രെയിൻ ട്യൂമർ, കിഡ്നി തകരാറ്, ഹാർട്ട് അറ്റാക്ക് അടക്കമുള്ള അല്ലാഹുവേ രോഗങ്ങളുള്ളവരെ നീ ശിവയാക്കണേ തമ്പുരാന്. ഇത്തരം രോഗങ്ങളൊന്നും ഞങ്ങൾക്ക് നീ പടച്ച തമ്പുരാന് നീ ഞങ്ങളെ ഇരകളാക്കി കളയല്ല അല്ലാഹ്. ആ രോഗങ്ങളൊന്നും ഞങ്ങൾക്ക് പരീക്ഷണമാക്കല്ല അല്ലാഹ്. അറ്റാക്കായി പടച്ചവനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു ഉസ്താദിന്റെ പിതാവ് ഐസിയുവിലാണ്, താപാട ശമനം കൊടുക്കുന്നുണ്ട് അല്ലാഹ്. ഒരു മാറാ രോഗത്തിൽ ഞങ്ങളെ പെടുത്തല്ല തമ്പുരാന്. പടച്ചവനെ ഒരു പകർച്ചവേദിയിലും ഞങ്ങളെ പെടുത്തല്ല തമ്പുരാന്. അല്ലാഹുവേ ഞങ്ങളെ കുടുംബങ്ങൾ നല്ല ഒരുമയുള്ള കുടുംബങ്ങളാക്കണേ തമ്പുരാന്, ഇസ്സത്തുള്ള കുടുംബങ്ങളാക്കണേ തമ്പുരാന്. ഞങ്ങളെ പ്രവർത്തനങ്ങൾ ഹിദമത്തുകളൊക്കെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ ഒരുപാട് സദസ്സുകളിൽ അല്ലാഹുവേ തൊണ്ട പൊട്ടി നിൽക്കാനും ഇരിക്കാനും കഴിയാതെ ഇരുന്നും നിന്നൊക്കെ പ്രസംഗിച്ചവരാ നമ്മൾ. അവസാനം കിടന്നുപോയല്ലോ അല്ലാഹ്. ഇനി ഒരു സദസ്സിലും അല്ലാഹുവേ നിങ്ങളെ മുടക്കല്ല തമ്പുരാന്. ഡേറ്റ് കൊടുക്കുന്നതൊക്കെയും അല്ലാഹ് ആഫിയത്തോടെ അതിലേറെ ബറക്കത്തോടെ നേരിടാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. ആഫിയത്തും ഇസ്സത്തും തരണേ തമ്പുരാന്. അല്ലാഹുവേ ഞങ്ങൾ നിന്റെ ഹബീബ് റസൂലുള്ളാഹ് അവിടുന്ന് ജനിച്ചു വീണ പരിശുദ്ധമായ ഞങ്ങൾ ഓർമ്മ വെച്ച നാളു മുതൽ കാണാൻ കൊതിച്ചു പോകുന്ന കഅബാലയത്തിൽ ലക്ഷ്യം വെക്കുന്ന തമ്പുരാന്. ആ യാത്ര ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് സുഖകരമാക്കണം തമ്പുരാന്. ഒരു പ്രതിബന്ധങ്ങളും തരല്ലേ അല്ലാഹ്, ഒരു വിഷമങ്ങളും തരല്ലേ അല്ലാഹ്, ഒരു അനാരോഗ്യങ്ങളും തരല്ലേ അല്ലാഹ്. ആഫിയത്തോടെ സിഹത്തോടെ എല്ലാ അമലുകളും ഓടി മടക്കാനും അവിടെയുള്ള സാധുക്കൾക്ക് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാനും അല്ലാഹുവേ വലിയ തൗഫീഖ് തരണേ അല്ലാഹ്. വലിയ തൗഫീഖ് തരണേ അല്ലാഹ്. വലിയ തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ മരിക്കണേന് മുമ്പ് ഒരിക്കലെങ്കിലും ഹബീബ് റസൂലുള്ളാഹിന്റെ മുസറബാണ് അവിടെ നിന്ന് കാണാൻ വല്ലാത്ത കൊതിയുണ്ട് തമ്പുരാനെ. തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങളാ ഓരത്ത് വരുമ്പോ അല്ലാഹുവേ മുത്തിനോടുള്ള ഇഷ്ടം ഞങ്ങളുടെ ഹൃദയത്തിൽ അലയടിക്കണേ അല്ലാഹ്. നിറയുന്ന കണ്ണുനീരോടെ വിടുമ്പുന്ന ചുണ്ടുകളോടെ വിറങ്ങലിക്കുന്ന ഹൃദയത്തോടെ മുത്തിന്റെ ഓരത്ത് വരാൻ മഹാനായ ഇമാമിങ്ങളുടെ ഖുതുബുൽ ഖത്താബിന്റെ മുസല്ലയിലൊക്കെ വന്നിരിക്കാനും വലിയ തൗഫീഖ് തരണേ അല്ലാഹ്.
ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, പരിശുദ്ധ റബീഇന്റെ സ്വലാത്തിന്റെ മൗലിദിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ വീടുകളിലും നല്ല സുഖം തരണേ അല്ലാഹ്. കടങ്ങൾ വീട്ടിത്തരണേ അല്ലാഹ്. വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാഹ്. പ്രയാസങ്ങൾ മാറ്റിത്തരണേ അല്ലാഹ്. പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷ തരണേ അല്ലാഹ്. നിന്റെ ഹിഫ്ളും തരണേ അല്ലാഹ്. പടച്ചവനെ, ഐശ്വര്യത്തിന്റെ ബറക്കത്തിന്റെ കവാടങ്ങൾ തുറക്കണേ അല്ലാഹ്. വർദ്ധനവിന്റെ കവാടങ്ങൾ തുറക്കണേ അല്ലാഹ്. വലിയ ബറക്കത്ത് തരണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. അടുത്ത സ്വലാത്ത് സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്വലാത്ത് വാർഷികവും ജീലാനി ആണ്ടുമായിരിക്കും. അത് പരസ്യം വരുമ്പോൾ എല്ലാവരും അത് വിളിച്ച് അന്വേഷിക്കാൻ ശ്രമിക്കുക. അള്ളാഹു ജീലാനി ദിനത്തിന്റെ അന്ന് വിളിച്ചാൽ മതി. ജീലാനി മാസം അവസാനമായിരിക്കും നമ്മുടെ പരിപാടി. ഇൻഷാ അല്ലാഹ് ഫിക്സ് ചെയ്തിട്ട് അറിയിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.